ഗായ്സ്, നമുക്ക് അടിപൊളി ഒരു മക്രോണി പാസ്ത ഉണ്ടാക്കിയാലോ. ഞാനിവിടെ 4 പാക്കറ്റ് പാസ്ത എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പാസ്ത ഒന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്ത് മാറ്റി അങ്ങോട്ട് വയ്ക്കുക. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, പാസ്ത ബോയിൽ ചെയ്യുമ്പോൾ ഓവർ കുക്ക് ആവാതെ നോക്കിക്കോണം. ഓവർ കുക്കായ പണി പാലും വെള്ളത്തിൽ കിട്ടും. അതുകൊണ്ട് അടുത്ത് ചെയ്യാൻ പോണേന്ന് വെച്ചാൽ ഒരു പാനകത്തോട്ട് ബട്ടർ ഇടുക. എന്നിട്ട് ഒനിയൻ ഗാർലിക് സെല്ലറി സോട്ട് ചെയ്ത് നന്നായിട്ട് എടുക്കുക. പിന്നെ എന്റെ എക്സ്പീരിയൻസ് ആയ കൈകൊണ്ട് ആവശ്യത്തിന് മൈദ ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് റൂ ആയതിനു ശേഷം ഞാനിവിടെ 2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഈ പാല് വെച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ആവശ്യത്തിനായിട്ടുള്ള മസാലകൾ ഇടാൻ വേണ്ടി ഒറിഗാനോ, ചിക്കൻ പൗഡർ, പ്രോത്ത് പൗഡർ എല്ലാം ഇട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് ഇടുക. ക്യൂമിൻ പൗഡർ ആവശ്യത്തിന് ടേസ്റ്റിന് വേണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ത്തിപ്പോലം ചീസും അങ്ങോട്ട് ഇടുക. പിന്നെ ഷെഡഡ് ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പാസ്ത ഏകദേശം റെഡിയായി. വെജിറ്റബിൾ ഇട്ട് കഴിഞ്ഞാൽ സെറ്റ്. നമ്മളെ സോസ് വൈറ്റ്. നമുക്കിതിനെ ഗ്രീൻ ആക്കിയാലോ. ഗ്രീൻ ആക്കാൻ വേണ്ടി കുറച്ച് പാസ്ലി അങ്ങോട്ട് എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കുറച്ച് ബേസിൽ ലീഫും കുറച്ച് ഗാർലിക്കും അതേപോലെ തന്നെ കുറച്ച് ഓയിലും ഇട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ കളർ കിട്ടി. അപ്പം നമ്മൾ ഈ വൈറ്റ് സോസിനകത്തോട്ട് ഈ ഗ്രീൻ കളർ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ വൈറ്റ് സോസ് ഗ്രീൻ ആക്കി എടുത്ത് പാസ്ത ഈസ് വെരി ബെസ്റ്റ്. കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല. ഇനി നമുക്ക് അടുത്തൊരു പ്ലേറ്റ് എടുത്തിട്ട് കുറച്ച് ഗാർണിഷും വെച്ച് നമ്മളുണ്ടാക്കിയ പാസ്ത അങ്ങോട്ട് ഇട്ട് ഒന്ന് ചെയ്ത് മേലിനകത്ത് കുറച്ച് ചീസൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഗാർണിഷ് ആക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ പാസ്ത ഈസ് റെഡി, ഈസ് ബെസ്റ്റ്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും തരിക.